മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ആഷിഖ്, ഇപ്പോൾ ആഷിഖിന്റെ തന്നെ റിപ്പോർട്ട് കണ്ടു. സമരക്കാരോട് പോലീസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം, ബാത്റൂമിൽ പോകാൻ പോലും സമ്മതിക്കുന്നില്ല. ആ വഴി അവരുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. 36 ദിവസത്തിലേക്ക് സമരം കടക്കുമ്പോൾ ഇനി ഏത് രീതിയിൽ പ്രതിഷേധിക്കാനാണ് ആശമാർ ഉദ്ദേശിക്കുന്നത്? സമരം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള തീരുമാനം ഈ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിന്റെ വിജയത്തോടു കൂടിയാണ് സമരസമിതി തീരുമാനിക്കുന്നത്. സർക്കാർ ഈ 36 ദിവസം പിന്നിട്ടിട്ടും സമരത്തെ ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലമായ ഒരു നടപടിയും സ്വീകരിച്ചുകൊണ്ട് പരിഗണിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വിവിധ ഘട്ടങ്ങളിലേക്ക് സമരത്തെ വിപുലപ്പെടുത്താൻ സമരസമിതി നിർബന്ധിതരാകുന്നത് എന്നാണ് സമരസമിതി തന്നെ വിശദീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മാർച്ച് 20 മുതൽ സമരസമിതിയുടെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം കിടക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ 21,000 രൂപ ഓണറേറിയം തുക വർദ്ധിപ്പിക്കുക, 5 ലക്ഷം രൂപ പിരിഞ്ഞു പോകുമ്പോൾ തുക നൽകുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നത് വരെ സമരം തുടരുക എന്ന തീരുമാനത്തിലേക്കാണ് സമരസമിതി എത്തിയിരിക്കുന്നത്. അതേസമയം സമരത്തിന്റെ ഭാഗമായി ഉന്നയിച്ച മറ്റു പല ആവശ്യങ്ങളും സർക്കാർ അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. സമരത്തെ പൂർണ്ണമായി അവഗണിക്കുന്ന സാഹചര്യം ഉള്ളപ്പോഴും സമരത്തിന്റെ വിപുലമായ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ദിവസങ്ങളിൽ ആശാപ്രവർത്തകർക്ക് മറ്റ് ഔദ്യോഗിക പരിപാടികൾ സംഘടിപ്പിച്ച് സമരത്തെ അവഗണിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ അതേസമയം സമരക്കാരുന്നയിച്ച ആവശ്യങ്ങൾ പലതും അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും ആദ്യത്തേത് കുടിശ്ശികയായി കിടന്നിരുന്ന 2 മാസത്തെ ഓണറേറിയം തുക നൽകാൻ സർക്കാർ തയ്യാറായിരുന്നു സമരത്തിന്റെ 6ാം ദിവസം. അതിന് തുടർച്ചയെന്ന നിലയിൽ ഇന്നിപ്പോൾ സമരക്കാരുടെ പ്രധാനപ്പെട്ട മറ്റൊരാവശ്യമായ ഓണറേറിയം തുകയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിബന്ധനകൾ 10 നിബന്ധനകൾ പ്രകാരമായിരുന്നു ഓണറേറിയം തുക ആശാപ്രവർത്തകർക്ക് ലഭിച്ചിരുന്നത്. ഈ നിബന്ധനകൾ പൂർണ്ണമായും എടുത്തു കളയാനുള്ള തീരുമാനം സർക്കാർ തീരുമാനിക്കുകയും ഇന്ന് അതിന്റെ ഉത്തരവ് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇത് വലിയൊരു വിജയം, സമരത്തിന്റെ ഒരു വിജയം എന്ന നിലയിൽ തന്നെയാണ് ഈ ആശാപ്രവർത്തകർ പരിഗണിക്കുന്നത്. അതേസമയം തങ്ങൾ പൂർണ്ണമായും വിജയം ഭരിച്ചിട്ടില്ല, തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് സമരം തുടരുക. തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ അടിസ്ഥാന വേതനം പ്രതിദിനം 700 രൂപ എന്ന അടിസ്ഥാന വേതനം ലഭ്യമാക്കുന്നത് വരെ സമരം തുടരുക എന്ന തീരുമാനത്തിലേക്ക് പോവുകയാണ്. അതേസമയം സർക്കാർ എങ്ങനെ ഈ സമരത്തെ നേരിടും എന്നുള്ള ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. നിരാഹാര സമരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ വൈകാരികമായ അംശം കൂടുതൽ, വൈകാരികമായ തലം കുറച്ചുകൂടി ഉയർന്നതാണ്. കുറച്ച് പ്രായമായ സ്ത്രീകൾ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ഇരിക്കുന്നു എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ കേരളത്തിലെ ഒരു വലിയ ജനസമൂഹത്തിന്റെ പിന്തുണ സർക്കാർ ഈ സമരക്കാർക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവർ തന്നെ ഒരു നിരാഹാര സമരത്തിലേക്ക് കൂടി കടക്കുമ്പോൾ ഈ സമരത്തിന്റെ തീവ്രത കൂടുതൽ വർദ്ധിക്കുന്ന സാഹചര്യം. നമുക്ക് ചേച്ചി സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആശാപ്രവർത്തകയുടെ ചേച്ചി ഇനിയിപ്പോ നിരാഹാര സമരത്തിലേക്ക് കടക്കാനുള്ള തീരുമാനമാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റൂ. സാധാരണ പ്രവർത്തകയാണ് ഈ സമരത്തിന്റെ. ചേച്ചി നിരാഹാര സമരത്തിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനവും കൂടി ആയിട്ടുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇനി സമരമായിട്ട് ശക്തമായി മുമ്പോട്ട് പോവാണ്? സമരമായിട്ട് ശക്തമായിട്ട് മുമ്പോട്ട് പോവാണ്. 36ാം ദിവസം കഴിഞ്ഞിട്ട് സർക്കാർ ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. ഇല്ല, ഞങ്ങൾ എന്നാലും സമരം ഞങ്ങൾക്ക് ആനുകൂല്യം കിട്ടുന്നിടം വരെ സമരം ചെയ്യും. തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സെക്രട്ടേറിയറ്റിന്റെ മുൻപിലുള്ള ഈ MG റോഡ് നിറഞ്ഞ ആശാപ്രവർത്തകരാണ്. വിവിധ തരം സമര പരിപാടികളുമായി, മുദ്രാവാക്യങ്ങളായി, പാട്ട് പാടുന്നതുമായി, കൊട്ടിപ്പാടിക്കൊണ്ടും ആവേശഭരിതമായ ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് ആശാപ്രവർത്തകർ എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ തെരുവിൽ ടാറിട്ട ഈ ചൂടൻ വെയിലത്ത് ടാറിൽ ഒരു ചെറിയ ടാർപോളിനോ അല്ലെങ്കിൽ ഒരു കാർബോർഡോ ഒരു പായോ വിരിച്ച് കിടന്നുകൊണ്ട് സാധാരണക്കാരായ സ്ത്രീകൾ തങ്ങളുടെ അടിസ്ഥാന വേതനം എന്ന ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവർ ഉന്നയിച്ച സമരങ്ങളെ ഏത് നിലയിൽ സർക്കാർ പരിഗണിച്ചു എന്ന ചോദ്യം ഉയരുമ്പോൾ അത് ഒരു തരത്തിലും പരിഗണിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല പൂർണ്ണമായും അവഗണിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ്. ഇതെല്ലാം മറുപടി എന്ന നിലയിലാണ് ദിനം പ്രതി ശക്തിയുക്തം വർദ്ധിച്ചു വരുന്ന ആശാപ്രവർത്തകരുടെ ഈ സമരം നമുക്ക് കാണാനാകുന്നത്. ഇന്ന് രാവിലെ വിപുലമായ സമര പരിപാടികളായിരുന്നു. ഇന്ന് വൈകുന്നേരം 6 മണി വരെ സെക്രട്ടേറിയറ്റിന്റെ വിവിധ ഗേറ്റുകൾ ഉപരോധിച്ചുകൊണ്ടുള്ള സമര പരിപാടികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ചേച്ചി, നിരാഹാര സമരം ആണ് ഇനി അടുത്ത ഘട്ടം എന്ന നിലയിലേക്കാണ്? അതെ, നിരാഹാര സമരം എടുക്കാൻ 20-ാം തീയതി തുടങ്ങിയിട്ട് 20-ാം തീയതി മുതൽ ശക്തമായി തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും 36 ദിവസമായില്ലേ, അപ്പൊ എന്തായാലും ശക്തിയോടെ തന്നെ മുന്നോട്ട് നീങ്ങുമ്പോ. ശരി, 36 ദിവസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ 2 പ്രാവശ്യം വന്നു. എന്റെ വീട് തൃശ്ശൂരാണ്.
വരാനുള്ള ബുദ്ധിമുട്ട്. എന്നാലും ഞങ്ങൾ ഇവരോടൊപ്പം തന്നെ, ഞങ്ങളുടെ മനസ്സും ശരീരവും ഇവരോടൊപ്പം തന്നെ ഉണ്ട്. തീർച്ചയായും ആ രീതിയിൽ സമരത്തിന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാപ്രവർത്തകർ പിന്തുണയുമായി എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. വിവിധങ്ങളായ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപിച്ചു കിടക്കുന്ന വലിയ 26,000 ആശാപ്രവർത്തകരുടെ വലിയ പിന്തുണ സമരത്തിന് ലഭിക്കുന്നുണ്ട് എന്ന സാഹചര്യം തന്നെ നമുക്ക് ഈ സമരവേദിയിൽ നിന്ന് കാണാനാകും. അമൃത. ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ പങ്കുവച്ചത്.